അവനുദിക്കുന്നു മറ്റേ അറ്റത്തിൽ അവന്റെ അയനം പൂർത്തിയാകുന്നു. അവന്റെ ചൂടിൽ നിന്നൊളിക്കാനൊന്നിനും കഴിയുകയില്ല. സഹോദരങ്ങളെ, ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റാനും പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ബലിയിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ ബലിയർപ്പിക്കാനും കിട്ടിയ അവസരത്തിന് ഞാൻ കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ആരംഭത്തിലേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്ന്, നിങ്ങൾക്കറിയാമായിരിക്കണം, എൻ്റെ പ്രായത്തിലൊക്കെയുള്ള വൈദികരെ കേരളത്തിൽ മലയാളിക്കരയിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷകനാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവ ശുശ്രൂഷ നടത്തുന്ന ബ്രദർ തോമസ് പോൾ. ഒന്ന് ചേർന്ന് പറഞ്ഞത് ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സിൻസിയറായിട്ട് പറഞ്ഞാൽ, ഞാൻ ഒരു സെമിനാരി പഠിപ്പിക്കുന്ന ആൾ കൂടിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന സഭയുടെ പ്രബോധനം, സഭയുടെ ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. സാമാന്യമായി അച്ഛന്മാര് എവിടെയാണ് പഠിക്കുന്നത്? തിയോളജി പഠിക്കുന്ന കാലത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, ഒന്ന് രണ്ട് റെഫറൻസ് ഒക്കെ എടുക്കും. പക്ഷെ ഒരിക്കലും പിന്നെ ആരും അങ്ങോട്ടേക്ക് നോക്കാറൊന്നുമില്ല, ആരും വായിക്കാറൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് എന്ന വണ്ണം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിനെ ആസ്പദമാക്കി കേരളത്തിലെ ആയിരക്കണക്കിന് വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഈ അനുഗ്രഹീതനായ വചന ശുശ്രൂഷകന്റെ ശുശ്രൂഷയിൽ പങ്കു പറ്റിയതിനു ശേഷമാണ് ഇന്ന് പല ടെലിവാഞ്ചലിസ്റ്റുകളും ടെലിവിഷൻ പ്രഭാഷകരും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചൊക്കെ കൊണ്ടവർ വരാറുണ്ട്. ഞാൻ വരുന്ന സമയത്തെ ഞാൻ ഓർക്കും, ദൈവമേ, 10 വർഷം 15 വർഷം മുമ്പാണെങ്കിൽ നടക്കുകയില്ല. കാരണം എന്തുകൊണ്ടാണ്? അന്ന് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനുശേഷമാണ് ഇത് ഉപയോഗിച്ച് ദൈവ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമ്മുടെ അനുഗ്രഹീതരായ സുവിശേഷ പ്രഘോഷകർ പോലും പഠിച്ചത്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു മലയാളത്തിൽ ലേഖനം എഴുതി, വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ സഭയിൽ അത് ചേർന്നിട്ടില്ല, ജീസസ് യൂത്ത് ആയിരിക്കുന്ന സമയത്താണ്. ഞാൻ ശാലോമിലേക്ക് അയച്ചു കൊടുത്തു, അവരത് റിജക്ട് ചെയ്തു. ഞാൻ അവരെന്നോട് കാര്യം വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? തോമസ് പോളിന്റെ ധ്യാനം ഇവിടെ മുഴുവൻ നടക്കുന്നത് കൊണ്ട് എഴുതുന്നതിനൊക്കെ തോമസ് പോളിന്റെ ഒരു സ്ലാങ് ഉണ്ട്, പറഞ്ഞൊരു ചൊകയുണ്ട്. അപ്പൊ സാലോമൻ കിട്ടുന്ന മുഴുവൻ ആർട്ടിക്കിളുകൾക്കും ഇതിന്റെ ചൊകയാണ്. റോയിയുടെ ആർട്ടിക്കിളിൽ ഇതിന്റെ ചൊകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അങ്ങ് സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നിങ്ങൾ എന്നെ പോലെ ആക്ട് ചെയ്യും. ഇപ്പൊ നമുക്കിപ്പോ എന്റെ പ്രസംഗം അല്ലെങ്കിൽ എന്റെ ഇവിടെ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? അവരത് ആക്ട് ചെയ്യും വീട്ടിൽ ചെല്ലുമ്പോൾ. കാരണം അവർക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല, കാരണം അത്രമേൽ അത് സ്വാധീനിക്കുകയാണ്. ഈശോയെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ എനിക്ക് കരുതുന്നത് ഈശോ നടന്നതുപോലെ ചിലപ്പോ നടക്ക പോലും ചെയ്തിട്ടുണ്ടാകും. ചിലരൊക്കെ അന്ന് ഞാൻ മാത്തനായിക്കമ്പറച്ചന്റെ പ്രസംഗം കേട്ടുകൊണ്ടാണ് ആദ്യമായിട്ട് താടി വളർത്തിയത്. ഞാൻ ഇത്തവണ ഡിവൈനിൽ പവർ ഇവഞ്ചലൈസേഷന്റെ സമയത്ത് പവർ ഇവഞ്ചലൈസേഷന്റെ കോൺഫറൻസ് നടക്കുകയാണ് എല്ലാ പ്രീച്ചേഴ്സിന്റെ ഒക്കെ ആയിട്ട്. അപ്പൊ അതില് എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, ലാസ്റ്റ് പ്രോഗ്രാം എന്റേതായിരുന്നു. മാത്തനായിക്കമ്പറച്ച് സിക്കായി പോയതുകൊണ്ട് അച്ഛന്റെ സെഷൻ കൂടി ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ അവിടെ കയറി നിന്നിട്ട് ഇവരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് പറയുന്ന ആളൊന്നല്ല. ഞാൻ പറഞ്ഞു, സത്യം പറയാമല്ല, നായിക്കമ്പറമ്പിലച്ഛൻ സിക്കായി പോയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രഭാതത്തിലെ സർവീസ് കിട്ടിയത്. വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ, മിക്കവാറും ഈ താടി ഉള്ളത് കൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ ഗ്രേസ് കിട്ടുന്നത്. എന്ന് കരുതി ഞാൻ താടി വളർത്തി നോക്കി, എവിടെ. അത് കഴിഞ്ഞ് താടി വടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. സഹോദരങ്ങളെ, അത്രമേൽ കർത്താവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മനുഷ്യനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണ്. ഈ അടുത്തിടെ ഞാൻ ശാലോമിന്റെ ശുശ്രൂഷണമായിട്ട് US-ലായിരിക്കുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഞാനിത് പറയാൻ വേണ്ടിയിട്ടല്ല അവിടെ വന്നത്, നിങ്ങൾക്ക് അറിയാമല്ലെങ്കിലും എനിക്ക് മറ്റൊരു അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പറഞ്ഞു, ബ്രദർ തോമസ് പോൾ സത്യത്തില് പ്രൂഡന്റ് ആയ ഒരു ഡിസിഷൻ എടുത്ത്. എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാം അല്ല നല്ല പ്രോഗ്രാം, അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പോയി കേൾക്കുന്ന വചനപ്രഘോഷകനാകണമെന്നില്ല ഏറ്റവും നല്ല വചന ശുശ്രൂഷ. അതിപ്പോ കലാഭവൻ മണിയുടെ കാസറ്റ് കേട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം ആളുകൾ കേൾക്കും.
2 ലക്ഷവും 3 ലക്ഷവും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതല്ല കാമ്പുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത്. കാരണം ഈശോ കാമ്പുള്ളത് പറഞ്ഞ സമയത്ത് വലിയ ആളുകളൊന്നും ഇപ്പൊ വന്നില്ല. എവിടെയാണ് കാമ്പുള്ളത് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അവസാന ഭാഗ്യം വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന സമയമാണ്. ഉള്ളവർ കൂടി തിരിച്ചുപോയി. അപ്പൊ അതിനു മുമ്പ് അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും ബാക്കി അത്ഭുതങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പറയുന്ന നേരത്ത് ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. പക്ഷെ വിശുദ്ധ കുർബാനയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഏറ്റവും ക്രീമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈശോ പറയുന്നത്. അതായത് ഈശോ വെള്ളം വീഞ്ഞാക്കുന്ന സമയത്തോ അന്ധന് കാഴ്ച കൊടുക്കുന്ന സമയത്തോ ചെകിടന് കേൾവി കൊടുക്കുന്ന സമയത്തോ ഒന്നും ഈശോയ്ക്ക് അതിൽ തന്നെ ഒന്നും നഷ്ടമാകുന്നില്ല. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോയ്ക്ക് നഷ്ടങ്ങളേ ഉള്ളൂ. ശിഷ്യന്മാരോടും പറയുകയാണ്, നിങ്ങൾക്ക് നഷ്ടമാണ് വരാൻ പോകുന്നത്. നഷ്ടമാണെന്ന് കേട്ടതോടുകൂടി മുഴുവൻ പേരും തിരിച്ചുപോയി. 12 പേരോ അവരെ ചുറ്റിപ്പറ്റി ഏതാനും പേരും മാത്രമേ ഉണ്ടായുള്ളൂ. ഈശോ ചോദിച്ചത് എങ്ങനെയാണ്? നിങ്ങൾക്ക് മടങ്ങിപ്പോകാനാണ് തോന്നുന്നത്. ഏറ്റവും ക്രീമായ ടീച്ചിങ് ആണ് സഹോദരങ്ങളെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് ആണ്. സഭയുടെ പ്രബോധനങ്ങൾ ആരൊക്കെ കയ്യിലെടുക്കുന്നുണ്ടോ അതൊക്കെ പലപ്പോഴും സഭാപിതാക്കന്മാരായിരുന്നാലും എല്ലാവരും അവരെ അത് കുറ്റമായതുകൊണ്ടല്ല, എല്ലാവരും തെറ്റാനുള്ള സാധ്യത ഈ പ്രസംഗിക്കുന്ന ആൾക്കുണ്ടാകാൻ ഇടയുണ്ടല്ലോ എന്ന് സംശയിക്കാറുണ്ട്. കാരണം വ്യാഖ്യാനത്തിന് സമയത്ത് വരാം. കാരണം ഇതൊരു കാലോചിതമായ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത് കൊണ്ട് ഹിസ്റ്ററിനെ ഒക്കെ അവഗണിച്ചുകൊണ്ടാണോ പാരമ്പര്യത്തെ അവഗണിച്ചുകൊണ്ടാണോ ഇത് വരുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിലുണ്ടാകുന്ന ചില തെറ്റുകളെ കുറിച്ചൊക്കെ പലരും പറയാൻ സാധ്യതയില്ല. എന്നാൽ ബ്രദർ തോമസ് പോൾ ഇത്രയും കാലമായി ഈ ദൈവവചന ശുശ്രൂഷ പ്രത്യേകിച്ചും വചനവും പാരമ്പര്യവും പ്രത്യേകിച്ച് സഭയുടെ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചും ചേർത്ത് പിടിച്ച് ഏറ്റവും കാമ്പായിരിക്കുന്ന ഒന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന ഇത്രയും കാലമായി വിതരണം ചെയ്തിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനൊരു തെറ്റു പറ്റിയെന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. ഒന്ന് ചേർത്ത് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. അതായത് ഈ കാറ്റഗിസത്തിലെ ചർച്ച ഉണ്ടല്ലോ, ഇത് എടുത്ത് നമ്മളൊരു സെന്റൻസ് വായിച്ചാൽ തെറ്റുപറ്റാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫിനിറ്റിൽ നിന്നും ഇൻഫിനിറ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മൾ ചെന്ന് ചിലപ്പോൾ നിങ്ങൾ ചെന്നത് പറയാണെന്ന് കരുതുക. പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞത് പിന്നീട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ കഥ മാറി, അത് വേറൊരു റിലിജിയന്റെ പാറ്റേണിലേക്കായിട്ട് മാറിപ്പോവും. ഇത് തെറ്റുപറ്റാതെ കർത്താവ് എടുത്ത് അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ പ്രത്യേകിച്ചും ജർമ്മനിയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ വ്യാപിക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും ബലവത്താവാൻ കൂടി ഈ വചന ശുശ്രൂഷ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ എന്നോട് അവിടെ ആയിരുന്ന സമയത്ത് ആ വചന ശുശ്രൂഷ എന്റെ കൂട്ടത്തിലുണ്ടായ ശുശ്രൂഷ പറഞ്ഞെങ്ങനെയാണ്, അദ്ദേഹം പ്രൂഡന്റായ തീരുമാനമെടുത്തു. അദ്ദേഹം കേരളത്തിൽ നിന്ന് മൂവ് ചെയ്തു. ഞാൻ അദ്ദേഹം തോമസ് പോളോട് ഞാൻ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്തതെന്ന്. എന്നിട്ട് ആ വചന ശുശ്രൂഷ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ശാലോമിലെ മെയിൻ പ്രീച്ചറാണ്, അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത് ആർക്കാണ് എന്നതിനെ കുറിച്ചുള്ളൊരു വിവേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുത്തു. കാരണം മലയാളികളിൽ കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് വചന ശുശ്രൂഷകളുണ്ട്. ഒരു പരിധി വരെ വചനം കേട്ട ആളുകൾക്ക് ഒരു ഒബേസിറ്റി ഉണ്ടാകുന്നുണ്ട്, വണ്ണം വെക്കുന്നുണ്ട് കൂടുതൽ. വചനം കേട്ടിട്ടുള്ള വണ്ണം വെക്കല്, അതുകൊണ്ട് ഒരു അസുഖമാവും ഇച്ചിരി കഴിയുമ്പോൾ. അപ്പോ ഈ സ്ഥലത്ത് നിന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ജർമ്മനിയിലും ബെൽജിയത്തിലും താമസിക്കുന്ന ആളാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് സഹോദരങ്ങളെ. 10 പേരെ ഒരുമിച്ച് ചേർക്കുക, അവർക്ക് ഈശോയുടെ വചനം കൊടുക്കുക. കാരണം തരിശു ഭൂമിയാണ്. എല്ലാവരും കളച്ചെടുത്തെടുത്ത് വിതയ്ക്കാനും നമുക്ക് കൊയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ആദ്യം അടിക്കുന്ന പാറയിൽ ആദ്യം അടിക്കുമ്പോൾ കൂടെ നമ്മുടെ നെറ്റത്തേക്കാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് പോയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന ശുശ്രൂഷയുടെ വിയന്നയുടെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ശുശ്രൂഷ സാധ്യതകൾ ഉപയോഗിച്ച് മാക്സിമം കർത്താവിന് വചനം കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന മുഴുവൻ സഹായ സഹകരണങ്ങളും ഈ ശുശ്രൂഷയ്ക്ക് കൊടുക്കണം. ഏറ്റവും അധികമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പരിശുദ്ധമായ ബലി പ്രത്യേകിച്ചും ബ്രദറിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും എല്ലാ ശുശ്രൂഷകളുടെയും പ്രത്യേകിച്ചും ജർമ്മൻ മിനിസ്ട്രി ഏറെ ആക്റ്റീവ് ആകാൻ നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അത് വലിയൊരു നോവാണ്. ഈ അടുത്ത കാലത്ത് വരെ മലയാളി സഭ പൈസ കിട്ടി കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം ഈ ജർമ്മനിയിലെ ആളുകൾ കാശ് കൊടുത്തുകൊണ്ടാണ്.
CMI-കാരൊക്കെ നിൽക്കുമായിരിക്കും, CMC സഭക്കാരൊക്കെ നിലനിന്ന് പോകുമായിരിക്കും. ബാക്കി മൈനർ ആയിരിക്കുന്ന ചെറിയ ചെറിയ സന്യാസ സഭകളൊക്കെ അവിടുന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ നിന്നു പോകും. അത്രമേൽ കൊടുക്കാൻ മനസ്സ് കാണിച്ചിരിക്കുന്ന ആളുകളാണ് ജർമ്മനിയിലെ ആളുകൾ എന്ന് പറയുന്നത്. പാവപ്പെട്ട ചേട്ടത്തിമാര് സ്ട്രീറ്റിലൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടുന്ന 10 യൂറോ പോലും ഈ ധർമാരാമയിലെ ചെമ്മാച്ചന്മാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും കൊടുക്കാൻ മനസ്സുള്ളവരായിരുന്നു. അത്രയും ആ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ളവരായിരുന്നു അവര്. എന്നാൽ സെക്കുലറിസത്തിന്റെ അതികയറ്റം മൂലം ഒരുപാട് തകർക്കപ്പെട്ട ആ സഭകള് ഉയർന്നു വരുന്നതിന് വേണ്ടി, അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇത്തരം മിനിസ്ട്രികൾ കർത്താവിന്റെ ആദ്യ കാലത്തിലെ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിൽ എന്നതുപോലുള്ള വലിയ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ഇന്റൻഷൻസും ഈശോയ്ക്ക് മുമ്പിൽ കൊടുത്തുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി നമുക്ക് അർപ്പിക്കാം.